ഭർത്താവേ, ഇതിപ്പോ ഞാൻ ചെകുത്താന്റെയും കടലിന്റെയും നടുവിലായല്ലോ. ഈ അമ്മയും പപ്പയും കെട്ടാനിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടിയിലാവും. ഫയൽസ് ഒക്കെ ചേട്ടൻ സൈൻ ചെയ്യേണ്ടതാണല്ലോ. ചേട്ടൻ ഇത് ഇത്ര നേരമായിട്ട് ഇതൊന്നും സൈൻ ചെയ്യാത്തെ? ഇത് ഇന്ന് തന്നെ കൊടുക്കാനുള്ളതാണല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. ചേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? ഇനി ചേട്ടൻ ഓഫീസിലില്ലേ? ക്യാബിനിലൊന്ന് പോയി നോക്കിയാലോ? അതാ നല്ലത്. ക്യാബിനിലൊന്ന് പോയി നോക്കാം. അപ്പൊ ഏട്ടൻ വല്ല തിരക്കിലാച്ച സൈൻ മേടിച്ചിട്ട് വരാലോ. തേക്ക് ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ കാണുന്നത് എന്താ? നമ്മളെ ഡെറക്ക് ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവന് ജോബിലൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? ഞാൻ കുറെ നേരമായി ചേട്ടനെ വിളിക്കുന്നു. ചേട്ടനെന്താ ഫോണൊന്നും എടുക്കാഞ്ഞ്? നീ വിളിച്ചായിരുന്നു, ഞാൻ കേട്ടില്ല. എന്ത് പറയാനാ? ചെകുത്താന്റെയും കടലിന്റെയും നടുവിലായ അവസ്ഥയാണ്. എന്തായാലും ചേട്ടൻ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓ, അങ്ങനെയൊക്കെയാണല്ലേ അപ്പൊ കാര്യങ്ങൾ. ചേട്ടൻ വിഷമിക്കണ്ട, നമുക്ക് പപ്പേനോട് സംസാരിച്ചു നോക്കാം. ബട്ട് എങ്ങനെ കുക്കിമോനെ ഞാൻ പപ്പേനോട് സംസാരിക്കാം? പപ്പ എന്നോട് ഇന്നലെ കൂടി ചോദിച്ചിട്ടുള്ളൂ എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല. അത് ചേട്ടൻ വിഷമിക്കണ്ട, അത് ഞാൻ സംസാരിച്ചോളാം. ബട്ട് ഒരു പ്രോബ്ലം ഉള്ളത്, വേറെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മളെ പപ്പേനെ തിരുത്താൻ പറ്റില്ല. ഓക്കെ, കൊടുക്കാതിരിക്കാൻ വേണമെങ്കിൽ ചേട്ടനൊന്ന് പ്രാർത്ഥിച്ചോ. ആ, അതന്നെ എന്റെയും പേടി. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ചേട്ടാ, പപ്പ വന്നു എന്നാ തോന്നുന്നേ. ബി റെഡി. ഓക്കെ, ഞാൻ റെഡിയാണ്. ബട്ട് ഞാൻ നെർവസ് ആണ്. നീന്റെ കൂടെ നിന്നോളണേ. അതൊക്കെ ഞാനുണ്ട്. ഇതാ പപ്പ വരുന്നു. ഹാ, എന്റെ 2 പുത്രന്മാര് താഴെ തന്നെ ഉണ്ടല്ലോ. എന്താ പ്രത്യേകിച്ച് എന്ന്? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല പപ്പ. പ്രത്യേകിച്ച് ഉണ്ട് പപ്പ. ചേട്ടനൊരു കാര്യം പറയാനുണ്ട്. ഓ, അതാണ് രണ്ടും കൂടി ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണത്. എന്താ കാര്യം പറ. അത് പിന്നെ പപ്പ, കല്യാണക്കാരും പറഞ്ഞില്ലേ? ആ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരായിരുന്നു. അതെന്താ പപ്പ? അതായത് ഡെറിക്കിന് കല്യാണം ശരിയായി. എന്റെ ഫ്രണ്ടിന്റെ മോളാണ്. അവർക്കൊക്കെ അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ആർക്കും ഒരു സമ്മതക്കുറവില്ല. ഇനി മക്കൾ എന്താ പറയാൻ വന്നേ? അതൊന്നുമില്ല പപ്പ. എൻഗേജ്മെന്റ് എന്നാ വരിക എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്തായാലും ഞങ്ങളൊരു 2 വീക്സിന്റെ ഉള്ളിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇരിക്കി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ കുക്കിമോനെ, ചേട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി. നീ നന്നായി ജീവിക്കണടാ. ചേട്ടനില്ലെങ്കിലും ഇത്ര പെട്ടെന്ന് സെന്റ് അടിക്കില്ല ചേട്ടാ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനിയിപ്പോ ഒന്നും നടന്നില്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ട് ചേട്ടന് ഇഷ്ടമല്ല അറിയിച്ചാ പോരെ. ആ, മാക്കാച്ചി അറിയണവരെ ജീവിച്ചു പോവാ. അവളറിഞ്ഞ അവള് എന്നെ കൊല്ലും, അത് ഉറപ്പാ. എന്തായാലും ചേട്ടനൊന്ന് സമാധാനമായിട്ടിരിക്കാം. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഈ കോളം നിർത്തിയിട്ട്, അത് അത്രയും ഇമ്പോർട്ടൻറ്റ് കോളാണ്. ഹലോ, ജെക്കി സർ. ഹലോ, പറ, എന്തായി കാര്യങ്ങൾ? സർ പറഞ്ഞ പോലെ ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചു. ആള് ഞങ്ങളെ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മളെ പഴയ ഗ്യാരേജിലുണ്ട് ഞങ്ങളിപ്പോ. ആണോ? ഞാൻ എന്താ വരുന്നു. ആരാണ് ആള്? എവിടെയാണ് ഉള്ളത്? ഇവിടെ ഉണ്ട് സർ, വന്ന് കണ്ടോളൂ. ലെമി, നീയായിരുന്നോ എന്നെയും ജെനിയും കൊല്ലാൻ നോക്കിയത്? അതേടാ, ഞാൻ തന്നെയാണ് കൊല്ലാൻ നോക്കിയത്. പക്ഷെ നിന്നായിരുന്നില്ല, അവളെ മാത്രം. എന്തിനാടി നീ എന്റെ ജെനീനെ കൊല്ലാൻ നോക്കിയത്? കാരണം നിനക്ക് അവൾ അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ട്. ഇത്രയും കാലം നീ എന്റെ സ്നേഹം കാണാതെ അവളുടെ പിന്നാലെ പോയില്ലേ. ഓ, അത്രയ്ക്ക് ധൈര്യം നിനക്ക് എന്റെ ജെനീനെ കൊല്ലാൻ നോക്കാൻ? അവളെ നീ കൊല്ലാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അവളെ സ്ഥാനത്ത് നീ എന്നല്ല മറ്റാ ഒരു പെൺകുട്ടീനെ എനിക്ക് കാണാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടണ്ട. അവളെ ഞാൻ ഇനിയും കൊല്ലാൻ നോക്കും. എന്താടി നിനക്ക് കിട്ടിയതൊന്നും പോരെ? ജെനി, നീ എന്താ ഇവിടെ? ഞാനിപ്പോ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ലൈവ് ന്യൂസ് കാണിച്ചു തരാനും പിന്നെ നിന്നെ ഇങ്ങനെ വെട്ടി വെട്ടി നുറുക്കി മീനിട്ട് കൊടുക്കുന്ന കാണാനും കൂടി വന്നതാ ഞാൻ. ജെനി, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്കൊരു തെറ്റ് പറ്റി, എന്നോട് പൊറുക്കണം.
നീ ഇത്ര നേരം അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. എന്തായാലും ഞങ്ങളെ മനസ്സൊന്നും മാറാൻ പോണില്ല. ഓക്കെ, നിനക്കൊന്നും അറിയില്ല എൻ്റെ ചേട്ടതെങ്ങനെ അറിഞ്ഞെങ്കിൽ നിന്നെ ഒന്നും വെച്ചേക്കൂല. അയ്യോടാ ഞങ്ങൾക്ക് പേടിയാവുന്നു. അയ്യോ അയ്യോ. മോള് ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇപ്പോൾ കിട്ടിയ വാർത്ത, ഹൈവേയിൽ ആക്സിഡന്റ് നടന്നു. ഒരു കാറിന് നേരെ നിയന്ത്രണം തെറ്റി ലോറി വന്ന് ഇടിക്കുകയായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു. അയാളാണ് എഡ്രിക്. അയാൾക്ക് ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. ലെമിയാണ് സഹോദരിയുടെ പേര്. പക്ഷേ സഹോദരിയായ ലെമിയെ കാണാനില്ല. നോ ചേട്ടാ. എന്താ മോളെ, നിനക്ക് നോവുണ്ടോ? എന്റെ ജെനീനെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് നിനക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അനുഭവിക്കാൻ അങ്ങോട്ട്. എന്നാലും നിങ്ങൾ എൻ്റെ ചേട്ടനെ കൊന്നില്ലേ? നിങ്ങൾക്ക് എന്നേലൊന്നും വെറുതെ വിട്ടൂടെ? എന്ത്? നിന്നെ വെറുതെ വിടാനോ? ഇംപോസിബിൾ. നിനക്ക് ഒരു ഉറപ്പ് തരാം, നിന്നെ എന്തായാലും ഞങ്ങൾ കൊല്ലൂല. ഞങ്ങൾ കൊന്ന് ഞങ്ങളെ കൈ ചീത്തയാവും. പിന്നെ നിങ്ങളെ ഇനി എന്ത് കാട്ടാനാ ഉദ്ദേശിക്കണേ? വിത്തിൻ 1 minute പോലീസ് ഇവിടെ എത്തും. അപ്പൊ ഞങ്ങൾ പോണു. ബൈ. ജെനി നിക്കടി, ഞാൻ ഒന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇനി എന്റെ പിന്നാലെ നടക്കണ്ട ചേക്കേ. ജെനി, ഞാൻ പറയണോ, ഒന്ന് കേക്കടി. നിന്നോട് ഞാൻ പറയാത്തത് തെറ്റാണ്, പക്ഷെ നീ ഇങ്ങനെ ശിക്ഷിക്കല്ലേ പ്ലീസ്. ഞാൻ നിന്നോട് ക്ഷമിക്കാം, പക്ഷേ ഞാൻ മിണ്ടൂല. ഓക്കെ? എന്താ ജെനിക്കുട്ടി പ്ലീസ്. കൊഞ്ചണ്ട ചേക്കേ, ഇത് നിനക്കുള്ള പണിഷ്മെന്റാ. മിന്നുന്നുണ്ടേ മുല്ല പോലെ ഒരുന്നു കണ്ണിലെ കുറുമ്പു കണ്ടു ഞാൻ. കൂടെ നീയില്ലാതെയായ നൂറായി നുറുങ്ങിടും കണ്ണാടിയാണ് ഞാൻ. പൊന്നുതിരും സന്ധ്യകള് എന്നെതിരെ നീ വരവേ അനുരാഗമെന്നുള്ളം കട്ടെടുത്തില്ലേ. വാക്കിൽ നീ മിണ്ടാതെ കാത്തതും നോക്കിൽ തൂകും നിന്നുതാനേ. നീയൻ നീലാകാശമാകും. ജെനി, ഇനി എന്തിന്റെ പേരിലാണെങ്കിലും നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല. ഞാനും വിട്ടുപോകില്ല ചേക്കേ. ഇനി എന്തെന്നെ സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ച്. I love you, Jenny. I love you more, JK. Can I kiss you, baby? Of course, you can. Let's go, babe. I can't control myself. Yeah, JK. Me too. I want you. ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരൻ ചാരത്തോ അനുരാഗത്തീയരിയുമ്പോൾ നാം ഉണരാതെ അറിയുന്ന മഴയുള്ള രാവിന്റെ കൊതിയാണ് നീ. തൂമഞ്ഞായി നിന്നു വെയിലായി ഞാൻ വന്നു. ഒരു ശ്വാസക്കാറ്റിൽ പൊലിയാമെന്നോർത്തു. അകലാനോ കലരാനോ കഴിയാതെ നാം ഇടനെഞ്ചിൽ വീഴുന്ന മലർവാക നിറമുള്ള കനവാണ് നീ. വിരഹാഗ്നിയിൽ എരിഞ്ഞാളുന്ന രാവിൽ തിരനുര നെയ്യുന്ന തീരങ്ങളിൽ പുലർക്കാലം പോരും വഴിയോരങ്ങളിൽ ഓർക്കുവാനായി ഈയൊരാൾ മാത്രം ആദിയാത്മാവിൽ വീഞ്ഞുമായി വന്നു. മഴയിലുമീ തീയാളുന്നു കര കാണാത്തരാവിൽ മര. Are you sure about it, Jenny? Yes, JK. I'm sure. ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരൻ ചാരത്തോ അനുരാഗത്തേരിയുമ്പോൾ നാം അതിരറ്റ കാലത്തിൻ അലമേലെ ഒഴുകുന്ന ഇലകൾ നമ്മ
രാവിലെ തന്നെ. ഹലോ, നീ എവിടെയാണ്? നീ ഇന്ന് ഓഫീസിൽ വരുന്നില്ലേ? ഹലോ. ഇല്ല ചേട്ടാ, ഞാൻ ഭയങ്കര ടയേർഡാണ്. അതിന് നീ എപ്പോഴാ ചെനീൻ്റെ അടുത്ത് എത്തിയേ? ചെനീൻ്റെ അടുത്തോ? ഞാനോ? ഇച്ചാനെന്താ വട്ടായോ? ഇടമ്മാണുങ്ങോടാ, ഇത് ചെനീൻ്റെ ഫോണാ. എന്താ ചേച്ചി ആ ഫോണൊന്ന് കട്ട് ചെയ്ത് നീ ഒന്ന് കിടക്കണോ? അപ്പോ യൂട്യൂബ് ഡ്രസ്സില്ലേ? ഓക്കെ ബൈ. കർത്താവേ, ഇവക്ക് വായോർക്കാൻ കണ്ടൊരു നേരം. അങ്ങേരെ വെച്ചാ പാവം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുമോ എന്തോ.